ഞാൻ എൻ്റെ പുസ്തകം ഇതുവരെ തയ്യാറായില്ല. തയ്യാറായി കഴിഞ്ഞ് ഞാനിത് പ്രസാദനം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കോപ്പി എൻ്റെ പാർട്ടിയെ കാണിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് ഇനി അനുവാദം തന്നാലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ പാർട്ടി അനുമതി വേണം, എന്നാലേ പോകാൻ പറ്റൂ. DC ബുക്കിൽ എന്ത് ചർച്ച നടത്താൻ അവരെന്നോട് വന്നിരിക്കുന്നു, അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ. ഞാൻ എന്നോട് ചോദിച്ചിരുന്നു, ആര് ഫോണിൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മാതൃഭൂമിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുണ്ട്, എല്ലാം നോക്കിയിട്ട് തീരുമാനിക്കുക, ഇപ്പം നിശ്ചയിക്കുന്നില്ല. ഈ പ്രതിപക്ഷവും BJP പറയുന്നത് EP ജയരാജൻ CPM വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ വന്നത് തന്നെ CPM ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ്. ഒരു കാരണവശാലും ഭയപ്പെടേണ്ട, സംരക്ഷിക്കാമെന്ന് സുരേന്ദ്രൻ പറയുന്നു. EP ജയരാജൻ ഞാനിത് പറയട്ടെ, ഇവിടെ പാലക്കാട് തന്നെ സുരേന്ദ്രൻ്റെ നേരെ നടക്കാൻ പറ്റുമോ? പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഗ്രൂപ്പ് തമ്മിൽ എപ്പോൾ സുരേന്ദ്രൻ ഇവിടുന്ന് അടി കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ആ സുരേന്ദ്രനാണ് ഇത് പറയുന്നത്. ഇവിടെ ഗ്രൂപ്പായിട്ട് അടിയും പിടിയും നടക്കല്ലേ, അവരുടെ ശാഖയിൽ ഇപ്പോൾ അടി നടക്കല്ലേ, RSSൻ്റെ ശാഖയിൽ ഇതിൻ്റെ പേര് അടി നടക്കല്ലേ. സുരേന്ദ്രൻ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ പുറപ്പെട്ടായില്ല, കൃഷ്ണകുമാറുമായിട്ട് അടി നടക്കല്ലേ. BJPക്കകത്ത് തന്നെയാണ് ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്ത് മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞു, മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയില്ല. മുരളീധരൻ അസംതൃപ്തിയുമായി നടക്കുകയല്ലേ. ഇതാണ് കോൺഗ്രസിനകത്തും BJPക്കകത്തും ഉള്ളത്. ഇവർ രണ്ടും ഇവിടെ പരാജയപ്പെടും. അതൊക്കെ മാനസിക രോഗം ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചോദിച്ചു, അതിന് ഞാനൊരു മറുപടിയും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വ്യക്തത വരുത്തിയാലേ എനിക്ക് പറയാൻ പറ്റൂ. ആരാണെന്നുള്ളത് അന്വേഷിച്ചാലല്ലേ പറയാൻ പറ്റും. രണ്ട് കാര്യം. ആത്മകഥ എഴുതാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? DC ബുക്സ് മാസങ്ങളായി ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട്. DC ബുക്സും മാതൃഭൂമി ഒരു പ്രസിദ്ധീകരണക്കാരോടും ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. DC ബുക്സുകാർ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് മാതൃഭൂമിക്കാരും ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ശശി എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആലോചിച്ച് പുസ്തകം തയ്യാറാകട്ടെ. പിന്നെന്താ, ഞാൻ എൻ്റെ ഇവിടുത്തെ അത് എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെ തന്നെയാണോ കൊടുക്കേണ്ടത് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ചിന്തയിൽ തന്നെ കൊടുക്കണമെന്നാണോ? അല്ല, നിങ്ങളുടെ പുസ്തകങ്ങൾ ചിന്തയിൽ കൊടുക്കുമോ? ഇത് ഇവിടെ പ്രസിദ്ധീകരണശാലകൾ ഒരുപാടുണ്ട്. ആ പ്രസിദ്ധീകരണശാലകൾ അവർ സമീപിക്കാറാണ്. ചിന്ത എന്നോട് സമീപിച്ചാൽ ഞാൻ അന്നേരം ഇപ്പം ഞാനൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ചിന്ത പബ്ലിക് ചിന്തയോട് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ പറയില്ല. തെറ്റാണത്. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് അവരോട് ഞാൻ പറയില്ല, ഒരാളോടും പറയില്ല. ഞാൻ ഒരു പുസ്തകം തയ്യാറാക്കുന്നു, ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം എന്ന് മാതൃഭൂമി ചോദിക്കുന്നു, DC ബുക്സ് ചോദിക്കുന്നു. അത് ചിന്ത ചോദിച്ചാൽ ഞാൻ അന്നേരം അത് ആലോചിച്ചിട്ട് നിലപാട് പറയും. ഈ പ്രസിദ്ധീകരണം DC നടത്തുന്നതാണ്, അവരാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ ഈ പരാതി DGP കൊടുത്തതിൽ DCക്കെതിരെ ഒരു പരാമർശമില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഉണ്ടല്ലോ, DCക്കെതിരെ പരാമർശം. എൻ്റെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ DC ഉൾപ്പെടുത്തും. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുമല്ലോ. ഇനി എൻ്റെ അടുത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഞാനത് പറയല്ലോ. അവരെൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറയും. നിങ്ങൾക്കതാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. ഞാൻ പ്രസാദകൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം ഞാൻ അറിയാതെ അതിലെ കുറേ കാര്യങ്ങൾ ചാനലിൽ വരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രസാദനം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം കണ്ടിട്ട് പോലും നിങ്ങളിൽ എന്താ ഈ സംശയത്തിൻ്റെ എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞു മനസ്സിലായില്ല. താങ്കളുടെ ആത്മകഥയുടെ ഭാഗങ്ങൾ ആണെന്ന് പറഞ്ഞിട്ട് DC ഒരു FB കുറിപ്പിടുന്നുണ്ട്, ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട്. അവർക്കെന്താ അതിൻ്റെ അധികാരം?
പക്ഷേ താങ്കൾ നിഷേധിക്കുന്നു ഡി സിക്ക് ഞാൻ അങ്ങനെ കരാർ കൊടുത്തിട്ടില്ല, പ്രസിദ്ധീകരിക്കാൻ ഡി സി ഏൽപ്പിച്ചിട്ടില്ല എന്ന് താങ്കൾ പരസ്യമായി പറയുന്നു. ഡി സിക്കെതിരെ ഇപ്പൊ താങ്കളെയും പാർട്ടിയും വലിയ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ട് പോലും ഡി സിക്കെതിരെ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല? ഇതാ ഇന്നലെ വക്കീൽ നോട്ടീസ് കൊടുത്തത് അവർക്കാ. നിങ്ങളിത് മനസ്സിലാക്കാത്തോണ്ടാ. വക്കീൽ നോട്ടീസ് അല്ല, അതിനുള്ള നിയമ നടപടി ഒന്ന്. രണ്ടാമത്തത് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചിട്ടുള്ള പോലീസ് നടപടി. ഇത് രണ്ടും ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. അതല്ലേ ഡി ജി പി കൊടുത്തത്. ഡി ജി പിക്ക് കൊടുത്തത് ഇന്നലെയാണ്. ആരും ഒരാൾ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ഒന്ന് ക്ലിയർനെസ്സിന് വേണ്ടിയിട്ടാണ്, ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ഡി സി ബുക്സിനെതിരെ അന്വേഷണം വേണമെന്ന് ഇ പി ജയരാജൻ. ഞാൻ അങ്ങനെയല്ല പറയേണ്ടത്. എൻ്റെ പുസ്തകം അനധികൃത ഡി സി ബുക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചില്ലേ. ഞാൻ എൻ്റെ ആത്മകഥ സംബന്ധിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ കുറേ വശങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു. ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. ഇത് ഉദ്ഘാടനമെന്ന് പറയുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, അത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ ഡി ജി പി കൊടുത്ത പരാതി. എന്റെ ബുക്കിന്റെ പരസ്യം കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഞാൻ അതാണ് നിയമ നടപടികൾ ചെയ്തത്.